ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എഗ്ഗും കോവയ്ക്കയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സവോള, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ കോവയ്ക്ക എടുക്കുന്ന ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എഗ്ഗ് എടുക്കുക. ഞാനപ്പോൾ ഇവിടെ 3 എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കോവയ്ക്ക എടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ഈ കോവയ്ക്ക ഇങ്ങനെ പഴുത്ത കോവയ്ക്ക കാണുമ്പോൾ അത് കറിയിൽ അങ്ങനെ എടുക്കാറില്ലല്ലോ. പക്ഷേ ഈ പഴുത്ത കോവയ്ക്കയ്ക്ക് ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴുത്തതാണെങ്കിലും കോവയ്ക്ക ഞാൻ കളഞ്ഞിട്ടില്ല. അതങ്ങനെ വെറുതെ കഴിക്കുന്നതും ശരീരത്തിന് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാനിലിട്ട് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും അങ്ങനെ പഴുത്തതാണെങ്കിലും കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലെ കുറച്ച് കോൺ നന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട, 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാകും. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി നല്ലൊരു ഫ്ലേവറായിട്ട് വരുമ്പോൾ ഒരിത്തിരി കുരുമുളക്, നമ്മൾ വേറെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. ഇനി അതൊന്ന് സോട്ടാക്കി എടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടി ചേർത്ത് കൊടുക്കുക. സവോള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി സവോള ഒരുപാട് നേരം വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ കട്ടായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി കോൺ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതുപോലെ കോവയ്ക്ക കട്ട് ചെയ്തത് ഒരുപാട് ചെറിയ പീസാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ റൗണ്ടാക്കി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പോ എങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. കോവയ്ക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ലൊരു വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് മുമ്പായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. കോവയ്ക്ക ആകുമ്പോൾ പാനിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കുക്കായി വരുള്ളൂ. ഇനി 2-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്ക് 1-2 പ്രാവശ്യം, ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്, ആ ആവിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി ഒരു 5-7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ കളറൊക്കെ ചേഞ്ചായിട്ട് കോവയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് റെഡിയായി കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ഇങ്ങനെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലിൽ ചെയ്തെടുക്കുമ്പോഴാണ് എഗ്ഗ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ആ എഗ്ഗിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ച് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിളായിട്ട് വന്നതിന് ശേഷം നമുക്ക് പിന്നെ കോവയ്ക്കായിട്ട് മിക്സ് ചെയ്യാം. എഗ്ഗ് അങ്ങനെ ഒരുപാട് ഹാർഡാക്കി കളയേണ്ട ആവശ്യമില്ല, ഇത്ര മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. കോവയ്ക്കും പിന്നെ എഗ്ഗിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എങ്കിലും എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി ചെറുതാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങനെ പൊടി പോലെ ആക്കണ്ട. ആ കോവയ്ക്കയുടെ ആ ഒരു സൈസിനനുസരിച്ച് തന്നെ എഗ്ഗിൻ്റെയും സൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഏത് സമയത്തും കഴിക്കാം കേട്ടോ. ചപ്പാത്തിയുടെ സൈഡ് വേണമെങ്കിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കുന്ന സമയത്തൊക്കെ വൈകിട്ട് വേണമെങ്കിലും കഴിക്കാനും നല്ലതാണ്.
ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ രാത്രി കഴിക്കുന്നവർക്ക് ചപ്പാത്തി രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഐറ്റം മാത്രം കഴിച്ചാൽ മതി. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കോൺ വേണമെങ്കിൽ ലാസ്റ്റ് യെല്ലോ കളറിൽ ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ കോൺ സെപ്പറേറ്റ് ഇത്തിരി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും കാണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് കഴിക്കുമ്പോൾ കോൺ കടിക്കാൻ കിട്ടുമെങ്കിലും ആ ഒരു കളറൊന്ന് ചേഞ്ചായി പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ